ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നിത്യ റെസിപ്പീസിലേക്ക് സ്വാഗതം. എൻ്റെ അമ്പാടി റെസിപ്പീസ് നിത്യ റെസിപ്പീസായി മാറ്റിയിരിക്കുന്നു. പിന്നെ എല്ലാവരും സുഖം തന്നെയല്ലേ? നമ്മൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് കൊറോണയായിട്ട് അങ്ങനെ ഓണമൊന്നും ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിട്ട് ഓണമെല്ലാം ആഘോഷിച്ചു. ഇവിടെയും കുറച്ച് ഗസ്റ്റെല്ലാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ ഓണം അടിപൊളിയായി ആഘോഷിച്ചു. ഇപ്രാവശ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു വെറൈറ്റിയെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ്. നമ്മൾ KFC എല്ലാം കഴിക്കൂലേ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നമുക്ക് തനിയെ ഒരു മയോണൈസ് മുക്കിയിട്ട് തിന്നാം, അല്ലെങ്കിൽ ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിനൂടെ കഴിക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കിലോ ചിക്കനാണ്. ഇനി ഈ ചിക്കനിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉണക്കമുളക് ചതച്ചത്. ഇനി ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അത്രയും മണിക്കൂർ നമ്മൾ വെക്കുമ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ നല്ലോണം ഇറങ്ങി പൊരിക്കാൻ നല്ല മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാവും. 2-3 മണിക്കൂറും റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ഗോൾഡിഷ് കളറാകുമ്പോൾ നമുക്കെല്ലാം വറുത്തെടുക്കാം. നല്ലവണ്ണം വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ തേനാണ്. ഇനി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉണക്ക മുളക് ചതച്ചത്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്. ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അടിപൊളിയല്ല, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.